ഹലോ ഗായ്സ്, എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് കുറച്ച് നേരം ജനൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുക എന്നുള്ളത് ശീലമായിട്ട് മാറി. നിങ്ങളതിനെ വായനോട്ടം എന്ന് പറയും, പക്ഷെ വായനോട്ടമല്ല കേട്ടോ. എന്താണെന്നറിയില്ല, കുറച്ച് തന്നെ വെളിയിലൊക്കെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. അതും കഴിഞ്ഞതാ മുഖമൊക്കെ ഒന്ന് കഴുകി നേരെ അടുക്കളയിലേക്ക് ഒരു ഗ്ലാസ് ചായയിൽ നിന്ന് തന്നെ ഇന്ന് തുടക്കം അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ആ ചായയൊക്കെ ഇട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചേച്ചീൻ്റെ കുട്ടീനെ, അതെൻ്റെ കുട്ടാപ്പീനെ സ്കൂളിലേക്ക് ആക്കുക എന്നുള്ളതാട്ടോ. അപ്പോൾ ഇന്നതൊരു വീഡിയോ ആക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ അങ്ങനെ രാവിലെ അവന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മാഗിൻ്റെ പാക്കറ്റാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനത്തെ 5 പാക്കറ്റ് വരുന്നതാണ് ഈ ഒരു മാഗിയുടെ സെറ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് 2 സെറ്റ് മാഗി ഞാൻ എടുത്തോട്ടോ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറേ നാളും കൊണ്ട് മാഗി വേണം എന്ന് പറയുന്നു, പക്ഷേ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറില്ല. പിന്നെ ഇന്ന് രാവിലെ കൊടുത്തേക്കാലോ എന്ന് വിചാരിച്ചത് അങ്ങനെ 2 മാഗി പൊട്ടിച്ചിട്ടു. ഇത് വെജിറ്റബിൾ മസാല മാഗി ആട്ടോ. എന്താണെന്നറിയില്ല, ഈ മാഗി മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മസാലയും എനിക്കിഷ്ടമാവുന്നല്ല, പക്ഷേ ഈ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനൊപ്പം തന്നെ ഞാനൊരു പട്ട പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ, കറുവപ്പട്ട. എന്തിനാണെന്ന് വെച്ചാൽ മാഗിക്ക് ഇച്ചിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പട്ട ഇടാത്തവരിട്ടുണ്ടെങ്കിൽ ഒന്ന് പട്ടയൊക്കെ ഇട്ടിട്ടൊന്ന് മാഗി ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഇതാണ് അവൻ്റെ ബാഗ്. അവൻ നല്ല ഉറക്കമാണ്, ഇനി അവനെ വിളിക്കണം. അതിൻ്റെ ഇടയത്തെല്ലാം മാഗി റെഡിയായി. മാഗിയും മുട്ടയും ഒരു ഗ്ലാസ് ചായയും കൂടെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അവൻ എണ്ണീറ്റ് ഫ്രഷായി വരുമ്പോഴത്തേനും കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെതാ ഈ സമയം കൊണ്ട് അവൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്യണം. അങ്ങനെതാ ചായ ഒരു ഗ്ലാസ്സിലേക്ക് പതച്ച് വെച്ചിട്ടുണ്ട്. കാരണം അവനെ പത വേണമെന്ന് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അതാ നിറച്ച് പതയൊക്കെ ആക്കി മാറ്റി വെച്ചത്. എന്നിട്ട് അവൻ്റെ ലഞ്ച് ബോക്സിലേക്ക് കുറച്ച് മാഗി, ലഞ്ച് ബോക്സ് അല്ല, ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവന് ഫുഡ് കഴിക്കും. കാരണം 12 മണി വരെ ക്ലാസ് ഉള്ളൂ. അപ്പം ലഞ്ച് ബോക്സൊക്കെ ആക്കി ബാഗിലേക്ക് ആക്കി വെക്കാൻ പോവാം. വാട്ടർ ബോട്ടിലും ആക്കി വെള്ളമാക്കി അങ്ങനെ ബാഗ് സെറ്റാക്കി വെച്ചു കേട്ടോ. ഇനി അവന് ഇതിൻ്റെ ഇടയിൽ അവനെ വിളിക്കണം, അവന് ബ്രഷ് ചെയ്യിക്കണം. ഇതിൻ്റെ എല്ലാ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബ്രഷെല്ലാം ചെയ്ത് അവൻ റെഡി ആവാൻ വേണ്ടിയിട്ട് പോവാണേ. അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. ഇതൊന്നും മൊത്തമൊന്നും കഴിക്കില്ല, ഇത്തിരിയും കഴിച്ചിട്ട് എണ്ണീറ്റ് പോകും. ഒരുക്കമൊക്കെ എല്ലാം തന്നെയാണ് ഒരുങ്ങുന്നത്. ഒരുങ്ങി റെഡിയായി. ഞാൻ ഡോറും പൂട്ടി. പിന്നെ ലിഫ്റ്റ് ഞാൻ ചെല്ലുമ്പോഴത്തേനും അവനെല്ലാം തുറന്നു വെച്ചിരിക്കും. പിന്നെ ലിഫ്റ്റിൻ്റെ ഓപ്പറേഷൻ എല്ലാം അറിയാം, തന്നെയാണ് പോകുന്നതും തിരിച്ചു കയറി വരാനുള്ളതും എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. അങ്ങനെ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി സ്കൂളിലേക്ക് നടക്കാൻ പോവുകയാണ്. എന്താ വെയിലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. GCC കൺട്രീസിൽ നിൽക്കുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ ഇവിടുത്തെ വെയിൽ. നാട്ടിൽ ഫുള്ളും മഴയും, ഇവിടെ ഫുള്ള് ചൂടുമാട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂട്, കരിഞ്ഞു പോകുന്ന ചൂടാണ്. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി അവൻ്റെ സ്കൂളിലേക്ക് നേരെ പോകാട്ടോ. തൊട്ടടുത്ത് തന്നെ ചെറിയ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് തന്നെ ആട്ടോ ഇവൻ്റെ സ്കൂൾ. അതുകൊണ്ട് അധികം ദൂരമില്ല. 10 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 9:30 ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ അവൻ്റെ ക്ലാസ്സിലേക്ക് ചെന്നു കേട്ടോ. ക്ലാസ്സിൽ ചെല്ലുന്ന സൈഡിൽ തന്നെ അവിടെ ഒരു കുട്ടികൾക്കായിട്ട് തന്നെ അവർ ചെറിയൊരു പാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളൊന്നും വരാഞ്ഞതുകൊണ്ട് അവൻ കുറച്ച് സമയം പാർക്കിൽ കയറി ഒന്ന് കളിച്ചു കേട്ടോ. ഇതാണ് അവൻ്റെ ക്ലാസ്. അവനത് ക്ലാസ്സിലേക്ക് കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചിങ്ങ് പോരുക. ഇനി 12 മണിക്ക് അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോഴും വെയിലാട്ടോ. വെയിൽ ഓർക്കുമ്പോൾ ഭയങ്കര മടി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടാറ്റാ, ബൈ ബൈ, സീ യു.